പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത് ലഹരി മാഫിയകളാണ്. ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജനോപകാരപ്രദമായി ചെയ്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് വെച്ചാൽ എല്ലാ ഓപ്പറേഷൻ തൂഫാൻ്റെ പുറകെ കൊണ്ട് നടന്ന് ഇത് ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകം. അതെ, ആ വഞ്ചിയൂരിൽ നഗരഹൃദയത്തിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് വളരെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലത്താണ് വെട്ടിക്കൊന്നത്. പരസ്യമായി റോഡിലിട്ട് ഒരാളിനെ വെട്ടിക്കൊല്ലുകയാണ്. അവർ രണ്ടുപേർക്കും വേറെ മോശം പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഈ തലസ്ഥാന നഗരത്തിൽ തന്നെ ആളെ മുഴുവൻ ഭീതിയിലാക്കിയ സംഭവമായിരുന്നു നില നടന്നത്. ഇതിൽ ഈ കൊല്ലപ്പെട്ട ആളിൻ്റെ ബന്ധുക്കൾ നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു പറഞ്ഞു. മറ്റേ മനുഷ്യന് നീയൊക്കെ ഭീഷണിയുണ്ട്, നീ വെട്ടിയ കൊന്ന കൊലപാതകിയുടെ ഭാഗത്തുനിന്ന് അയാളുടെ ആളുകളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ ഭീഷണിയുണ്ട്, പരാതിപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. എങ്കിൽ പോലും ഈ എല്ലാവരും കൂടെ തൂഫാൻ്റെ പുറകെ നടക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ക്രമസമാധാന പ്രശ്നം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് ഇക്കാര്യം. ഏതായാലും നമുക്ക് ഈ തൂഫാനിലേക്ക് തന്നെ വരുമ്പോഴാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത വടകരയിൽ നിന്ന് വരുന്നത്. അതാണ് രണ്ട് അധ്യാപികമാർ, അതൊന്ന് BRC സ്പെഷ്യൽ സ്കൂളിലാണ് രണ്ടുപേരും. ഒരാൾ കായിക അധ്യാപിക, ഒരാൾ ഈ ഓട്ടിസം സ്കൂളിലെ സൈക്കോളജി അധ്യാപിക, ഒരു കീർത്തനയും കാവ്യയും. രണ്ടും വലിയ പ്രായമൊന്നുമുള്ള യുവതികളാണ്, ന്യൂജൻ യുവതികളാണ്. ഇവരുടെ പരിപാടി നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവർ അധ്യാപകരായിരുന്നു കൊണ്ട് ഇവർ ലഹരി കച്ചവടം, അധ്യാപകരാരും സംശയിക്കില്ലല്ലോ പെട്ടെന്ന്. ഈ ലഹരി കച്ചവടം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, കഞ്ചാവ് ലഹരിയാണ്, മദ്യം ലഹരിയാണ്. പക്ഷേ കഞ്ചാവിനെയും മദ്യത്തിനെയും എല്ലാം കവച്ചു വയ്ക്കുന്ന ഏറ്റവും അപകട ഭീഷണിയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ്, രാസലഹരി എന്ന് പറയുന്നത്. അതായത് അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ലഹരിയാണ്. അതിൽ ആ സംഭവം ഉപയോഗിച്ചാൽ, അതിന് പല ഉദ്യോഗസ്ഥരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അഡിക്റ്റാണ്. ഇപ്പം മദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം കഴിച്ചാണ് ഇതിന് അഡിക്റ്റ്. ഇതങ്ങനെയല്ല, ഇത് രാസലഹരി ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എന്നാൽ ഇങ്ങനെ ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു പരിധി വിട്ട് കഴിയുമ്പോഴാണ് ഇവർ ഈ എന്താ പറയുന്നത്, ഭ്രാന്തമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോഴാണ് ഇവരിൽ ഈ രാസലഹരി മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളെ കേരളത്തിൽ നടന്ന പല കൊലപാതകങ്ങളും വലിയ ഭീകരമായ മക്കളെ അച്ഛനമ്മയും കൊല്ലുന്ന പോലെ സംഭവങ്ങളൊക്കെ അന്വേഷിച്ചെത്തുമ്പോൾ ഇവരെല്ലാം ഇതിന് അടിമകളാണ്. ഇപ്പോൾ നിലവിൽ ഈ രണ്ടുപേരും, അതിൽ കീർത്തന എന്ന് പറയുന്ന ആളാണ് ആദ്യം പിടിയിലാണ്. അവർ കായിക അധ്യാപികയായിരുന്നു, BRC. അവർ എനിക്ക് സ്ഥിരം അധ്യാപികയായിരുന്നു, അവരെ പിരിച്ചുവിട്ടു സർവീസ്. ഈ കാവ്യ എന്ന് പറയുന്നത് അവിടെ ഒരു സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഓട്ടിസം സ്കൂളിലെ ഈ സൈക്കോളജി അധ്യാപിക. ഇവർ രണ്ടുപേരുടെയും പരിപാടി എന്ന് പറഞ്ഞാൽ ഇവർ കാരിയർമാരായിരുന്നു എന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവരാണ് ഇതിൻ്റെ പണം അക്കൗണ്ടിൽ സ്വീകരിച്ചത്. ഈ ലഹരി വിപണനത്തിൻ്റെ പണം അക്കൗണ്ടിൽ സ്വീകരിച്ചെന്ന് ഇവരുടെയാണ്. കഴിഞ്ഞ ദിവസം രണ്ട് പേരെ പിടിച്ചു. രണ്ടുപേരെ ഈ രാസലഹരിയുമായിട്ട് പിടിച്ചപ്പോൾ അവരുടെ ഈ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ്, ഇത് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോഴാണ് ഇത് കീർത്തനയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കീർത്തന കായിക അധ്യാപിക. അവരുടെ അക്കൗണ്ട് വിശദമായിട്ട് പരിശോധിച്ച് അവരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോഴാണ് അവർ പറയുന്നത് ഇതിൻ്റെ ബാക്കി പോകുന്നത് കാവ്യ എന്ന് പറയുന്ന അധ്യാപികയുടെ അക്കൗണ്ടിലേക്കാണെന്നാണ്. കാരണം ഇത് പൈസ, അതിൻ്റെ മോഡസ് ഓപ്പറാണ്ടി ഭയങ്കരമായിരുന്നു. അത് വായിച്ചായിരുന്നു. അതായത് പൈസ ആദ്യം അടയ്ക്കണം. അതിന് ഇവർ QR കോഡ് അയച്ചു കൊടുക്കും. മുൻകൂർ പൈസ അടച്ചാലേ കിട്ടുള്ളൂ. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാക്കിയിരിക്കുന്ന ഈ മയക്കമരുന്ന് കച്ചവടക്കാരും കൈക്കൂലിക്കാരുമാണ്. ഈ QR കോഡ് അയച്ചു കൊടുക്കും. ഈ QR കോഡ് അയച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തു എന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഇവരൊരു ലൊക്കേഷൻ കൊടുക്കും. ഈ പേയ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഈ അധ്യാപികമാർ ഈ ഇടപാടുകാർക്ക് ഒരു ലൊക്കേഷൻ കൊടുക്കും. ഈ ലൊക്കേഷൻ അനുസരിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ പറഞ്ഞ അളവ് സാധനമായിട്ട് ആളവിടെ കാണും. അതായത് ഡീലിൽ വഞ്ചനയോ ചതിയോ ഇല്ല, കൃത്യമായ കാശ് കൃത്യമായ പൈസ കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് സംശയം വരാൻ കാരണം, ഈ കാവ്യ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് കഴിഞ്ഞ വർഷമോ മറ്റോ ഒരു വലിയ ആക്സിഡൻറ്റ്, എന്നിട്ട് ഇതിന് ചികിത്സിക്കാൻ പണമില്ലാതായി, വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ നാട്ടുകാരും സഹ അധ്യാപകരും എല്ലാം കൂടെ ചേർന്ന് പിരിവെടുത്ത് കൊടുത്തു ചികിത്സിച്ചത്. അപ്പോൾ ഈ ചികിത്സിച്ച് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ വലിയ ആഡംബര കാർ വാങ്ങിച്ചു ഈ കാവ്യ. അപ്പോൾ ഇവരോട് ചോദിച്ചോണ്ടേ പറഞ്ഞത് ആങ്ങള ഗൾഫിൽ പോയി, വിദേശത്താണ് ജോലി, അത് ആങ്ങള മേടിച്ചത്. അപ്പം നിന്ന നിപ്പിൽ ഒരു പൈസ ഇല്ലായിരുന്ന ആൾ ഏതാനും മാസങ്ങൾ കൊണ്ട് വലിയ പണക്കാരിയായി മാറിയപ്പോഴാണ് ഇതിൻ്റെ കാരണം തിരക്കിയപ്പോഴാണ് എല്ലാവരോടും അവൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ആങ്ങള ഗൾഫിലായിരുന്നു അല്ലെ വിദേശത്തായിരുന്നു അങ്ങനെ മേടിച്ചത്. ഈ പലപ്പോഴും നമ്മൾ ഈയിടെ നടന്ന ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇവർ പെട്ടെന്ന്
ഇവർ ആഡംബര ജീവിതം അങ്ങ് ആരംഭിക്കുകയാണ്. അതെ. അയോധ്യയിൽ മോഷണം നടത്തി അവിടുത്തെ ഡ്രൈവറും സ്വീപ്പറും ഒക്കെ നിന്ന നിലയിൽ വില കൂടിയ കാർ വാങ്ങിച്ചതും വലിയ വീട് വെച്ചതൊക്കെ നമ്മൾ ഓർമ്മ വരുന്നത്. അതുപോലെയാണ് ഇവരുടെയും കാര്യം. അവർ ആശുപത്രി കിടന്ന് നാട്ടുകാർ പെരുവെടുത്ത് ആശുപത്രി ചെലവ് നടത്തിയ ഒരു സ്ത്രീ നിന്ന നിലയിൽ ആഡംബര കാർ വാങ്ങിച്ച് കറങ്ങിയാണ്. മാത്രമല്ല ഇവർ ഡ്രസ്സൊക്കെ കണ്ട് വില കൂടിയ വേഷങ്ങളാണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ കുട്ടികളെ ഇതിന് അടിമകളാക്കിയിട്ടില്ലെന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അതാണ് അവിടെയാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ സ്കൂളാണ്, അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതെ, ചില പ്രശ്നങ്ങളുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ഓട്ടിസം സ്കൂൾ എന്നാണ് പറയുന്നത്. ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുടെ സ്കൂളാണ്. അപ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ, ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപിക ഇവരെ നേരേക്ക് എടുക്കാൻ വന്ന ആളാണ്. ഇനി ഇവരിത് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവരിത് ഡയറക്റ്റ് ഇതിൻ്റെ കൈപ്പറ്റുന്നുണ്ടോ, അതോ ഇടനിലക്കാരായിരുന്നോ, അതോ ഇവർ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുന്ന ആൾക്കാരായിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ പുറത്തു വരുള്ളൂ. നമുക്ക് അറിയാം നമ്മുടെ നാട്ടിലെ സൈബർ തട്ടിപ്പ്, ഈ സൈബർ തട്ടിപ്പിൻ്റെ പേര്, കോടികളുടെ സൈബർ തട്ടിപ്പിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വാർത്ത വരുന്നുണ്ട് കോടികളുടെ സൈബർ തട്ടിപ്പ്. നോക്കുമ്പോൾ കുറേ അപ്പാവികളുടെ പടം നമ്മുടെ നാട്ടിൽ. എന്തോ ഇവന്മാർ വേലയും കൂലി ഇല്ലാതെ നടക്കുകയാണ്. ഈ നടക്കുന്നവന്മാരോട് ഒരുത്തം വന്ന് പറയാണ്, എടാ നിൻ്റെ അക്കൗണ്ടിൽ നിൻ്റെ അക്കൗണ്ട് നമ്പർ തരിക, അതിനകത്ത് ഇത്ര രൂപ വരും, 2 ലക്ഷം രൂപ അതിനകത്ത് വരും, നീ ഒരു പണി, നീ ഒരു 25,000 രൂപ അദ്ദേഹം അങ്ങ് എടുത്തോണം, എന്നിട്ട് ബാക്കി ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചേക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങ് തരണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇവരെന്തോ ചെയ്യും, ചുമ്മാ ഇരിക്കുമ്പോൾ 25,000 രൂപ കിട്ടുന്നത് ആശാമാർ ഈ അക്കൗണ്ട് കൊടുക്കും. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, രാജ്യത്തിന് അങ്ങോളം ഇങ്ങോളം നടക്കുന്ന സൈബർ തട്ടിപ്പിൽ അപ്പോഴേ പൈസ വരുന്നത് ഇവൻ്റെ അക്കൗണ്ടിലോട്ട് ചെല്ലും. ഇവനെ കൊണ്ട് അപ്പം തന്നെ ഇത് വലിപ്പിക്കും. 25,000 രൂപ അവനും കൊടുക്കും. ഇപ്പോൾ 2 ലക്ഷം രൂപ എന്നാൽ ഉടനെ ബാങ്കിൽ പോയി 2 ലക്ഷം രൂപ അങ്ങ് വലിക്കുകയാണ്. വലിച്ചു കഴിഞ്ഞിട്ട് ഇത് ആൾ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇത് ഈ കാശ് കിട്ടിയാൽ മേടിക്കും, ഇതിപ്പോൾ ലാഭമായല്ലോ, ചുമ്മാ ഒന്നും അനങ്ങണ്ട, എല്ലാ മാസവും വരുന്നുണ്ട്, ഓരോ ദിവസവും വരുന്നുണ്ട് പൈസ, ഇത്ര അത് അവനങ്ങ് പോവും. അങ്ങനെ പോയിരിക്കുമ്പോഴാണ് പോലീസ് തപ്പി വരുമ്പോഴാണ് അയ്യോ സാറേ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. ഒരാളുടെ അക്കൗണ്ടിലേക്ക് നിരന്തരം വലിയ തുകകൾ വരാൻ തുടങ്ങിയ ബാങ്ക് അത് നിരീക്ഷിക്കും, മാത്രമല്ല പോലീസ് ഇത് ട്രേസ് ചെയ്യല്ലേ. ഇപ്പൊ എന്താണെങ്കിലും ഈ സൈബർ തട്ടിപ്പുകാർക്ക് ഒരാളെ ഭീഷണിപ്പെടുത്തി വെക്കാൻ പറ്റുക, ഹൗസ് അറസ്റ്റിൽ വെക്കാൻ പറ്റുക, കൂടി വന്നാൽ 2 ദിവസമാണ്. പൈസ പോയവൻ ചിലർ വിചാരിക്കും കള്ളപ്പണമാണെങ്കിൽ അവന് പൊക്കോട്ടെന്ന് വിചാരിക്കും. എന്നാൽ പൈസ പോയിട്ടുള്ളവരെന്ത് ചെയ്യും, അവന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, അവനുടനെ പരാതി കൊടുക്കും. പരാതി കൊടുക്കുമ്പോൾ പൈസ പോയ വഴി അന്വേഷിക്കുമ്പം ഇത് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ, കൊൽക്കത്തയിലെയോ അല്ലെങ്കിൽ ഒറീസയിലോ ബീഹാറിലെയോ എവിടെയെങ്കിലും ഒരു കുഗ്രാമത്തിലുള്ള ഒരു ബാങ്കിലായിരിക്കും പോയിരിക്കുന്നത്. അവിടെ നിന്ന് അത് അപ്പം തന്നെ പലയിടത്തേക്ക് ഇവർ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് എവൻ്റെ കയ്യിലോട്ടായിരിക്കും പോകുന്നത്. അങ്ങനെയാണ് ഇവരൊക്കെ പിടിയിൽ വീഴുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ ഈ 2 യുവതികൾ, 2 അധ്യാപികമാർ എന്ന് പറയാം. അവരെ ഇനി അധ്യാപികമാർ എന്ന് നമുക്ക് പറയാൻ കഴിയും. കുഞ്ഞുങ്ങളെ നേർവഴി പഠിപ്പിക്കുന്നവരാണ് അധ്യാപികമാർ, അല്ല കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റുന്ന ഇത് ചെയ്ത് കൊടുക്കുന്നവരല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ എന്ത് സംഭവിക്കുന്നത്, ഇവരെ ഇതുപോലെ മേടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല എനിക്ക് ചോദിക്കാനുള്ള സംശയം, ഈ എനിക്കൊന്നും ഒരു കുട്ടി അവിവാഹിതയാണെന്ന് തോന്നുന്നു, 2 വിവാഹം കഴിച്ചാണെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കഴിച്ചാലും അല്ലെങ്കിലും വീട്ടുകാർ ശ്രദ്ധിക്കില്ല. ഇവർ ആഡംബരക്കാർ വാങ്ങിക്കുമ്പോഴും ഇവർ ഇത്രയും വില കൂടിയ വസ്ത്രം ധരിച്ച് വില കൂടിയ മൊബൈൽ ഫോണെ കൊണ്ട് നടക്കുമ്പോൾ ഇതിൻ്റെ വരുമാനം എവിടെ നിന്ന് സ്വയം വീട്ടുകാരെങ്കിലും തിരക്കുന്നുണ്ട്. വീട്ടുകാരെ നോക്കാറില്ല, അതോ വീട്ടുകാരുടെയും കൂടെ അറിവോട് കൂടി തന്നെയാണ് ചെയ്തതെന്ന് സംശയിക്കേണ്ടി വരും. അതെ, ഈ പണം വരുമ്പോൾ അത് അന്വേഷിക്കണം. നിങ്ങൾക്ക് എവിടെ നിന്നാണ്, വീട്ടുകാരുടെയാണോ അതോ ഇവരെവിടെ പോയത്, അത് പ്രത്യേകിച്ച് യുവതികളാണ്, ഇവരെങ്ങോട്ട് പോയിരിക്കുന്നു, ഇവർക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടി. പോരാങ്കിൽ ഇന്നത്തെ കാലത്ത് ഇതുപോലെയുള്ള നിരവധി കേസുകളുണ്ട്. സൈബർ തട്ടിപ്പിന് ഇടനിലക്കാരാകാം, ഇതുപോലെ ഹണി ട്രാപ്പിൽ പോയി തലവയ്ക്കാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഇത് വലിയ ഒരു നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണെങ്കിലും ഈ അധ്യാപികമാരുടെ ഈ പ്രവൃത്തി, ഇതുപോലെ എത്ര അധ്യാപികമാരും അധ്യാപകരും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് ഇനിയും തിരിച്ചറിയാതെ, പക്ഷേ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കണ്ണികൾ, ഇവർ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഇവർക്ക് പരിചയമുള്ളവരോ കൂടെ പഠിച്ചവരോ ഒക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടിരുന്നോ എന്ന് അറിയണം. കാരണം ഈ അധ്യാപികമാരായിരുന്ന സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആളുകളെ ഇതിൻ്റെ കണ്ണികളാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ 2 പേരുടെ ഒതുങ്ങുന്നതായിരിക്കില്ല, കുറേ പേര് കാണും. കാരണം നമ്മൾ വളരെ വിശ്വാസ്യതയുള്ള ഒരു സമൂഹത്തെ നമ്മൾ കൂടെ നിർത്തിയാൽ പെട്ടെന്ന് സംശയിക്കില്ല. അതാണ്. എന്താണെങ്കിലും ഓപ്പറേഷൻ തൂഫാൻ വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ചില വീഴ്ചകളുണ്ട്, അപ്പോൾ ആ ഓപ്പറേഷൻ തൂഫാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും ഇതൊരു വലിയ നടപടിക്രമം തന്നെയാണ്. ഇത് തുടർന്ന് തന്നെ പോകണം. ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ പുറത്ത് വരാനായിട്ട് ഉണ്ട്.